കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷിനെയും നിധിയെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി രാജീവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോലിയുടെ കാരണം പറഞ്ഞ് സുധീഷ് താൻ വരുന്നില്ലെന്ന് പറയുകയാണ്. വീണ്ടും എല്ലാവരും കൂടി നിർബന്ധിച്ച് തോമസ് ചേട്ടനെ വിളിച്ചു പറയാനായി പറയുമ്പോൾ സുധീഷും തോമസ് ചേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങിപ്പോയി. രാജീവിന്റെ പ്ലാൻ എന്താണെന്നറിയാതെ ടെൻഷനോടെ വീണ്ടും അകത്തോട്ട് കയറി വന്ന് തോമസ് ചേട്ടൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും താൻ നിർബന്ധപൂർവം പറഞ്ഞ് സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞ് താനും വരുന്നുണ്ടെന്നും ഒരുമിച്ച് പോകാമെന്നും പറയുമ്പോൾ നിധിക്കും അത് സന്തോഷമാവുകയാ. അത് കേൾക്കെ സുഭാഷും അവനെ ഡ്രസ്സ് പാക്ക് ചെയ്യാനായി പറഞ്ഞു വിടുകയാ. അവന്റെ ടെൻഷനോടെയുള്ള പോക്കു കണ്ട് സുധീഷെ ടെൻഷനൊന്നും വേണ്ടെന്നും ചിരിച്ച് സന്തോഷമായി ബാഗും എടുത്തോണ്ട് വായെന്ന് രാജീവും വിളിച്ചു പറയുകയാ. സുധീഷ് ബാഗ് പാക്ക് ചെയ്യാനായി പോകുമ്പോഴേക്കും താൻ ഇപ്പൊ വരാമെന്ന് നികേഷിനോടായി പറഞ്ഞ് ഹരീഷും സുധീഷിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. സുധീഷേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തനിക്കും എന്തോ ടെൻഷൻ ആവുന്നുണ്ട്. സൂക്ഷിച്ചു പോയി വരണമെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ വിളിക്കണമെന്നും സുധീഷിനോടായി പറഞ്ഞ് അവന്റെ ബാഗും എടുത്ത് ഹരീഷും പുറകെ സുധീഷും ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. ഇറങ്ങാമെന്ന് രാജീവ് പറയുമ്പോൾ നിധി ബാഗും എടുത്ത് സുഭാഷിനോട് യാത്ര പറയുന്നുണ്ട്. സൂക്ഷിച്ചു പോയി വരണമെന്നും സമയത്തിന് ഫുഡ് കഴിക്കണമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും അത് സംബന്ധിച്ച് നിധി ഹരീഷിനോടും യാത്ര പറയുന്നുണ്ട്. പിന്നീട് അവൾ നികേഷിനോട് യാത്ര പറയുമ്പോഴേക്കും അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് എന്ത് പറ്റി നികേഷേ, എന്തിനാ കരയുന്നതെന്ന് നിധി ചോദിക്കുക. ഒന്നുമില്ല ഏട്ടത്തി, ഏട്ടത്തി പോയാ ഈ വീട് ഒരു വീടല്ലാതായി മാറും, പെട്ടെന്ന് പോയി വരണേ എന്ന് നികേഷ് പറയുന്നത് കേൾക്കേ എന്താ നികേഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പെട്ടെന്ന് തിരികെ വരുമെന്ന് പറഞ്ഞ് നിധിയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ചയല്ലേ മോനെ, പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ എത്തുമെന്ന് രാജീവും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഭാസ്കരൻ തന്റെ സൈക്കിളിൽ അങ്ങോട്ടെത്തുന്നത്. എന്താ നിധിയും കൂട്ടിക്കൊണ്ട് പോവുകയാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അതെ, ഇറങ്ങുകയായി ഇന്ന് രാജീവും. പോയിട്ട് വരാമെച്ചാന്ന് നിധി പറയുമ്പോൾ സൂക്ഷിച്ചു പോയി വായെന്ന് അവളോടായി പറഞ്ഞ് താൻ കൊണ്ടുവന്ന ചൂട് വടയുടെ കവർ നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് കാറിലിരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ എന്തിനാച്ചാ ഇതൊക്കെ വാങ്ങിച്ചെന്ന് നിധിയും ചോദിക്കുക. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, വിശക്കില്ലേ, അച്ഛനും കൊടുക്കെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധിയും അത് വാങ്ങിച്ച് താങ്ക്സ് പറയുക. സങ്കടത്തോടെ കരയുന്ന നികേഷിനെ സുഭാഷും ആശ്വസിപ്പിക്കുമ്പോഴേക്കും അത് കാണുന്ന നിധിയും കരയാതെ നികേഷെ, ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ എത്തുമെന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് നിധിയെയും സുധീഷിനെയും കാറിലേക്ക് കയറ്റി യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയിൽ നിധി വളരെ ഹാപ്പി ആയിരുന്നു. ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷ് തന്നെ ക്രൂരതയോടെ മിററിലൂടെ നോക്കുന്ന രാജീവിനെ കാണുന്നുണ്ട്. ആ സമയം നിധിയും എനിക്ക് വേണ്ടി അച്ഛൻ ഇത്രയും ദൂരം വന്നല്ലോ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, സന്തോഷമായെന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവൻ ഡ്രൈവറോടായി വണ്ടി ഒതുക്കി നിർത്താനായി പറഞ്ഞ് ഡ്രൈവറെയും കൊണ്ട് കാറിൽ നിറങ്ങുന്നുണ്ട്. എന്താ കാര്യമെന്ന് നിധി ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് രാജീവ് ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. സംശയത്തോടെ എന്താ കാര്യമെന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുമ്പോൾ തനിക്കറിയില്ല, കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കുമെന്ന് നിധിയും. അവൾ അച്ഛൻ തന്നെ തേടിയെത്തിയതിന്റെ ആഹ്ലാദം സുധീഷിനോടായി പങ്കുവച്ച് സുധീഷാണ് അച്ഛൻ്റെ ഈ മാറ്റത്തിന് കാരണമെന്നും ഇന്നലെ അച്ഛനെ കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതെന്നും ചോദിക്കുമ്പോൾ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് സുധീഷും. എന്ത് സത്യമെന്ന് നിധി ചോദിക്കുമ്പോൾ നിധിക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടെന്നും നല്ല ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്നുമാണ് താൻ പറഞ്ഞതെന്നും അതെല്ലാം കേട്ട് മനസ്സ് മാറി വന്നതാണെന്നും സുധീഷും പറയുകയാണ്. എന്നാലും തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും സംസാരിച്ച് ആരെയും വീഴ്ത്താൻ നിങ്ങൾ മിടുക്കനാണെന്ന് എനിക്കറിയാമെന്നും എന്റെ അച്ഛനെയും സംസാരിച്ച് വീഴ്ത്തിയല്ലോ, വളരെ നല്ല കാര്യം തന്നെ. നിങ്ങൾ അച്ഛനോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ അച്ഛൻ ഇപ്പോൾ എന്നെ തേടി വരില്ലായിരുന്നു എന്ന് നിധി സന്തോഷത്തോടെ പറയുമ്പോൾ അതെ, ഞാൻ സംസാരിച്ചത് കൊണ്ടാണ് ഇയാളുടെ അച്ഛൻ ഇപ്പോ ഇയാളെ തേടി വന്നതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും എന്ന് സുധീഷും പറയുകയാണ്. അത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ രാജീവ് ഡ്രൈവറെയും കൂട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിലെ കാരണം എന്തെന്നറിയാതെ നിധിയും ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ എന്നോർത്ത് സുധീഷ് ടെൻഷനോടെ ഇരിക്കുമ്പോൾ അവന്റെ മുഖത്തെ ടെൻഷൻ കണ്ട് എന്തു പറ്റിയെന്ന് നിധിയും ചോദിക്കുക. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുമില്ലെന്ന് ചിരിയോടെ സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവ് ഡ്രൈവറെ എങ്ങോട്ടോ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പുറകിലേക്ക് വന്ന് സുധീഷിനെ കാറിൽ നിന്ന് വിളിച്ചിറക്കുന്നുണ്ട്. കാര്യമെന്തെന്നറിയാതെ ടെൻഷനോടെ അവനിരിക്കുമ്പോൾ ഇനി സുധീഷ് വണ്ടി എടുക്കുന്ന രാജീവും. സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോഴേക്കും രാജീവും നിധിയുടെ അരികിലേക്കായി കയറിയിരിക്കുകയാണ്. എന്തു പറ്റി, ഡ്രൈവർ എവിടെ പോയി? സുധീഷിനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞത് എന്തിനാന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ നീ നമ്മുടെ വീട്ടുകാര്യങ്ങളെ പറ്റി പറയുകയായിരുന്നില്ലേ, നമ്മുടെ ഫാമിലി കാര്യം ഡ്രൈവർ കേൾക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അയാളെ പറഞ്ഞു വിട്ടതാ.
എന്നച്ഛൻ പറയുന്നത് കേൾക്കെ നിധിക്കും അത് വിശ്വാസമാവുകയാ. മനഃപൂർവ്വം സുധീഷിനെ ഡ്രൈവറാക്കാനുള്ള രാജീവിന്റെ ഒരു തന്ത്രമായിരുന്നു അത്. അക്കാര്യം സുധീഷിന് മനസ്സിലാവുകയും ചെയ്തു. സുധീഷും മിററിലൂടെ നോക്കുമ്പോൾ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന രാജീവിന്റെ മുഖം കാണുന്നുണ്ട്. നിധിയും അപ്പോഴേക്കും അച്ഛന്റെ കൈ ചേർത്ത് പിടിച്ച് തന്നെ ചേർത്ത് പിടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴും ദേഷ്യത്തോടെ മിററിലൂടെ സുധീഷിനെ നോക്കിയിരിക്കുക രാജീവ്. അങ്ങനെ നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് രാജീവ് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഹേമയും സാന്ദ്രയും അരുണുമെല്ലാം സിറ്റൗട്ടിൽ തന്നെ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിധി കാറിൽ നിന്നിറങ്ങുമ്പോൾ ഹേമയും അധികം സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ ഒരേ നിൽപ്പാ. രാജീവ് നിധിയെയും കൂട്ടിക്കൊണ്ട് ഹേമയുടെ അരികിലേക്ക് ചെന്ന് നമ്മുടെ മോളെ ആദ്യമായി വീട്ടിലേക്ക് വന്നതല്ലേ, എന്തെങ്കിലും ഒരു വാക്ക് സ്നേഹത്തോടെ സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷും ബാഗുമായി അങ്ങോട്ടെത്തുകയാ. അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് നിധിയെ ഹേമ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും സാന്ദ്രയും സന്തോഷത്തോടെ നിധിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിക്കുക. നിധി സുഖമായിരിക്കുന്നുവെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ സുഖമായിരിക്കുന്നു ഏട്ടത്തിയോ എന്ന് നിധിയും. താനും ഓക്കെയാണെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും അവരുടെ മോളും നിധിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. അവളെ കോരിയെടുത്ത് ഉമ്മ കൊടുത്ത് കുശലാന്വേഷണം നടത്തുമ്പോഴേക്കും അവളെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്ന അരുണിന്റെ അരികിലേക്ക് അവൾ ചെന്ന് ചേട്ടന് സുഖമാണോ എന്ന് ചോദിക്കുക. സുഖം തന്നെയെന്ന് അരുൺ പറയുമ്പോഴേക്കും രാജീവും ഹേമയോടായി എന്താ നീ നോക്കി നിൽക്കുന്നത്, കല്യാണം കഴിഞ്ഞ് ആദ്യമായി രണ്ടുപേരും വീട്ടിലേക്ക് വന്നതല്ലേ, ആരതി എടുത്ത് സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു തവണ വീട്ടിലേക്ക് വന്നതാണല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെല്ലാം അന്നല്ലേ എന്നും ഇപ്പോൾ മുറ പോലെ ഭർത്താവിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നതല്ലേ എന്നും പറഞ്ഞ് ഹേമയോട് ആരതി എടുത്തോണ്ട് വരാനായി പറയുന്നുണ്ട് രാജീവ്. താൻ എടുക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്ന സുധീഷിനെ നിധി അരികിലേക്ക് വിളിക്കുന്നുണ്ട്. അരികൾക്ക് രാജീവും സുധീഷെ എന്താ അവിടെ മാറി നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്ന് ചേർന്ന് നിൽക്ക്, ആരതി എടുക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവനും നിധിയുടെ അരികിൽ വന്ന് നിൽപ്പാ. സാന്ദ്ര ആരതി താലവുമായി വരുമ്പോഴേക്കും ഹേമ അത് വാങ്ങി രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ്. അരുണിനോട് ബാഗ് എടുത്തു വരാനായി രാജീവ് പറയുമ്പോഴേക്കും അരുൺ ബാഗ് എടുക്കാനായി പോകുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നിധിയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും ഉദ്ദേശം പുറകെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അകത്തെത്തിയ നിധി സങ്കടത്തോടെ അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ കരഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുക. അവരവളോട് കുശലാന്വേഷണമൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും നിധി അരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുഖമല്ലേന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും സുഖം തന്നെ എന്ന് പറഞ്ഞ് അവളും അവനെ ചേർത്ത് പിടിക്കുക. എല്ലാം കണ്ടുനിന്ന സാന്ദ്രയും തനിക്ക് ഇപ്പോഴും നിധി വീട്ടിലേക്ക് വന്നത് വിശ്വസിക്കാനാവുന്നില്ലെന്നും എങ്ങനെയാ നിധിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നും രാജീവിനോടായി ചോദിക്കുക. എല്ലാത്തിനും കാരണം സുധീഷാണെന്നും അവൻ എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം അർത്ഥം വെച്ച് സുധീഷിനെ നോക്കി പറയുമ്പോഴേക്കും കാര്യം മനസ്സിലാവാതെ നിധിയും സന്തോഷത്തോടെ ചിരിക്കുക. അരുണപ്പോഴേക്കും അവളോട് ഫ്രഷ് ആയി വന്നാ കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും സാന്ദ്ര അവളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ. അമ്മ അടുക്കളയിലേക്ക് ഭക്ഷണം എടുത്തു വെക്കാൻ പോകുമ്പോഴേക്കും അച്ഛനോട് ഫ്രഷ് ആയിട്ട് വാന്ന് പറഞ്ഞ് അരുണും അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ. ആരും മൈൻഡ് ചെയ്യാതെ സുധീഷ് ആ ഡൈനിങ് ഹാളിൽ തന്നെ നിൽപ്പാ. പിന്നീട് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴേക്കും നിധിക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പിക്കൊണ്ടിരിക്കുക ഹേമയും. അവളുടെ അരികിൽ തന്നെ സുധീഷും ഇരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇല നിറയെ വിഭവങ്ങളും സുധീഷിന്റെ ഇലയിൽ ഒന്നോ രണ്ടോ വിഭവങ്ങളും മാത്രം. ഹേമയും സാന്ദ്രയും അവർക്കെല്ലാം വിളമ്പിക്കൊടുത്തോണ്ട് നിൽപ്പാ. ഈ വീട്ടിലേക്ക് മടങ്ങി വരുമെന്നോ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമെന്നോ ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് വളരെ സന്തോഷമായെന്ന് നിധി അച്ഛനോടായി പറയുമ്പോഴേക്കും എന്താ നിധി, നീ എന്റെ മോളല്ലേ, നിന്നെ വെറുത്ത് എനിക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും, കഴിക്കെന്ന് അവളോടായി പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ ഇലയിലേക്കും നിധിയുടെ ഇലയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് നിധിക്ക് വറുത്ത മീൻ ഇഷ്ടമല്ലേ, ഒരു കഷ്ണം കൂടി കൊടുക്കുന്ന ഹേമയോടായി പറയുമ്പോഴേക്കും ഹേമയും അവളുടെ ഇലയിലേക്ക് വീണ്ടും മീൻ വിളമ്പിക്കൊണ്ടിരിക്കുക. അവളുടെ അരികെ ഇരുന്ന് കഴിക്കുന്ന സുധീഷിനോടായി സുധീഷേ, നിധി വരുമെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം പെട്ടെന്നുണ്ടാക്കിയതാ, നീ കഴിക്കെന്ന് അവനോടായി പറയുന്നുണ്ട്. തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് മനസ്സിലാവുന്ന സുധീഷും സന്തോഷത്തോടെ കഴിച്ചോണ്ടിരിക്കുന്ന നിധിയെ കാണേ ഒരു ചിരിയോടെ കഴിച്ചോണ്ടിരിക്കുക. പിന്നീട് രാത്രിയാവുമ്പോൾ അരുണും രാജീവും സംസാരിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലെത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സുധീഷും പെട്ടെന്ന് പോവാൻ തുടങ്ങുന്നുണ്ട്. സുധീഷ് എങ്ങോട്ട് പോവുകയാ, ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പോവാനായി തുടങ്ങുകയാ. രാജീവ് വീണ്ടും അവനോടായി നീ ഈ വീടിന്റെ മരുമകനാ, അതിന്റെ മര്യാദ കാണിക്കണ്ടേ, വന്നിരിക്കെന്ന് പറയുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ ഇവൻ എന്തിനാ ഇങ്ങനെ മരുമകൻ എന്നുള്ളൊരു മര്യാദയൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാതെ, അവൻ നിന്റെ സഹോദരിയുടെ ഭർത്താവാണ്, ഈ വീടിന്റെ മരുമകനാണെന്ന് രാജീവ് പറയുമ്പോൾ അരുണും ദേഷ്യത്തോടെ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവന്റെ കൂടെ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചു തന്നെ ഓർക്കാൻ വയ്യെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും രാജീവ് സുധീഷിനോടായി നീ വന്നിരിക്കെന്ന് പറയുന്നുണ്ട്. സുധീഷ് അത് മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ നിൽക്കണ കണ്ട് വന്ന ദിവസം തന്നെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു പോയല്ലോ, ഇനി 5 ദിവസം കൂടി താമസിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് സോഫയിലേക്ക് ഇരിക്കാനായി വരുന്നുണ്ടെങ്കിലും രാജീവ് അവനെ തടഞ്ഞ് ഇവിടെയല്ല അവിടെ എന്ന് പറഞ്ഞ് നിലത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
സുധീഷ് സംശയത്തോടെ രാജീവിനെ നോക്കുമ്പോഴേക്കും എന്താ എങ്ങനെ നോക്കുന്നത്? എന്റെ കൂടെ സപ്രപഞ്ചത്തിൽ ഇരിക്കാമെന്ന് കരുതിയോ? നിന്റെ ഇരിപ്പിടം ഇവിടെയല്ല, ആ നിലത്താ, അവിടെ ഇരിക്കടാന്ന് പറയുമ്പോഴേക്കും അരുണും സന്തോഷത്തോടെ അവനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുക. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഈ വീട്ടിലേക്ക് നീ ഡ്രൈവറായി വന്നപ്പോ നീ സോഫയിലാണോ ഇരുന്നത്? തറയിലല്ലേ ഇരുന്നത്? ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ നീ കഴിച്ചിരുന്നത്? ഇപ്പൊ എന്തു പറ്റി? നിധിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാനാ ഡൈനിങ് ടേബിളിൽ ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വിളിച്ചത്. അതുകൊണ്ട് ഞങ്ങളും നീയും ഒന്നാകുമോ? പോയി നിലത്തിരിക്കെന്ന് അരുൺ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ സുധീഷും അവിടുന്ന് പോവാൻ ഒരുങ്ങുകയാ. അത് കാണാൻ രാജീവും അവനെ വിളിച്ച് സുധീഷ് എങ്ങോട്ട് പോവുകയാന്ന് ചോദിക്കുമ്പോ താൻ പുറത്തു പോയിരിക്കാമെന്ന് സുധീഷും പറയുന്നുണ്ടെങ്കിലും അരുണെ സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്, പോയി സമാധാനിപ്പിക്കെന്ന് പറയുന്നുണ്ട് രാജീവ്. അരുണും അവന്റെ അരികിലേക്ക് പോയി സുധീഷെ ഇരിക്കെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കിടാന്നും പറഞ്ഞ് അവനെ തറയിലേക്ക് തള്ളിയിടുകയാ. ആ കാഴ്ച കണ്ട് രാജീവും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സുധീഷും ദേഷ്യം കടിച്ചു പിടിച്ച് അവനെ തന്നെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോ ഇവനെ അതിർത്തെന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും, മിണ്ടാതിരിക്കണം. എന്നെ നിധി തെറ്റിദ്ധരിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കെന്ന് അവൻ സ്വയം പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും എന്തൊക്കെയാടാ നീയെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിനു മാത്രം പറഞ്ഞൊന്ന് അരുണും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇറക്കി വിട്ടാലും നിധി അവന്റെ വീട്ടിൽ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും നമ്മളല്ല അവന്റെ വീട്ടിലെ ആൾക്കാരോടാണ് അവൾക്കിപ്പോ ഏറെ ഇഷ്ടമെന്നും നമ്മുടെ വീട്ടിലെ ഒരാളെക്കുറിച്ച് പോലും അവൾക്കിപ്പോ ചിന്തിക്കാനുള്ള സമയമില്ലെന്നും കോടതിയിൽ അവനൊരു കേസ് കൊടുത്താൽ എന്റെ സ്വത്തിലെ പാതി നിധിക്ക് കൊടുക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രൈവറായി വന്ന ഞാൻ നിങ്ങളുടെ പാതി സ്വത്തിന് അവകാശിയായി തീരുമെന്നും അങ്ങനെയല്ലേടാ പറഞ്ഞത് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് മറുപടിയൊന്നും പറയാതെ തറയിൽ തലയും കുനി ചിരിപ്പ. ഈ വീട്ടിൽ ഡ്രൈവറായി വന്ന നിനക്ക് ഞങ്ങളുടെ പാതി സ്വത്ത് വേണോ? വെറുതെ വെച്ചേക്കില്ല നിന്നെ എന്ന് അരുൺ പറയുമ്പോഴേക്കും സുധീഷും തന്റെ കൈഞ്ഞരിച്ച് ദേഷ്യം കടിച്ചമർത്തുന്നുണ്ട്. അത് കാണെ അരുണും എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അടിക്കടാ എന്ന് കുനിഞ്ഞു നിന്ന് തന്റെ കവിള് കാണിച്ച് പറയുമ്പോഴേക്കും നിധിയും സ്റ്റെയർ കേസ് ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട രാജീവും പെട്ടെന്ന് വിഷയം മാറ്റി അരുൺ എന്ന് വിളിച്ച് പൊട്ടിച്ചിരിക്കുക. കൈയടിച്ചോണ്ട് രാജീവ് ചിരിക്കുമ്പോഴേക്കും സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞ് അരുണും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. സംശയത്തോടെ സുധീഷ് തലയുയർത്തി നോക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി നിൽക്കുന്ന നിധിയെ കാണുന്നത്. ഈ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും രാജീവും ചിരിയോടെ ചിരിച്ച് ചിരിച്ച് വയറ് വേദനിക്കുന്നു. നിന്റെ ഈ അഭിനയമെല്ലാം കണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കെന്ന് പറയുമ്പോഴേക്കും അച്ഛാ ശരിക്കും ഒരു ആക്ടർ തന്നെയാണെന്ന് അരുണും ചിരിയോടെ പറയുന്നുണ്ട്. നിധിയും സംശയത്തോടെ എന്താ ഇവിടെ നടക്കുന്നത്? സുധീഷ് എന്താ തറയിലിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊന്നുമില്ലെന്നും സുധീഷ് തന്റെ കോളേജ് കാലത്തെ ചില കഥകളെല്ലാം പറഞ്ഞ് അഭിനയിച്ച് കാണിക്കുകയായിരുന്നുവെന്നും അങ്ങനെ ഒരു കോളേജ് പയ്യനായി അവൻ എന്തെല്ലാമാ കാണിച്ചു കൂട്ടിയതെന്ന് അറിയോ? എനിക്കതോർത്ത് ചിരി നിർത്താനേ പറ്റുന്നില്ലെന്ന് രാജീവ് പറയുമ്പോൾ അതേ നിധി സുധീഷെ മിമിക്രിയെല്ലാം കാണിച്ച് ഞങ്ങളെ വളരെയധികം ചിരിപ്പിച്ചു എന്നരുൺ കൂടി പറയുന്നത് കേൾക്കെ അച്ഛനും മോനും നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. മതി സുധീഷെ ചിരിപ്പിച്ചത്, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് രാജീവും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിധിയോട് സുധീഷ് നല്ലൊരു ആക്ടറാണെന്ന് പറഞ്ഞ് തന്റെ കൂടെ സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട് രാജീവ്. ഇത് കേൾക്കെ നിധിയും സുധീഷ് അങ്ങനെ തന്നെയാണെന്നും എന്ത് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാലും അതെല്ലാം ഒരു കഥ വെച്ചേ പറയുള്ളൂ എന്നും സുധീഷിനെ കോമഡി സെൻസ് കൂടുതലാണെന്നും നിധി പറയുന്നുണ്ട്. നിധിയോടും കൂടി അച്ഛൻ ഇരിക്കാനായി പറയുമ്പോഴേക്കും നിധിയും സുധീഷിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിധിയുടെ മുന്നിൽ രാജീവും അരുണുമെല്ലാം സുധീഷിനോട് സ്നേഹം അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. പിന്നീട് തന്റെ റൂമിലേക്ക് കയറിയ നിധി സന്തോഷത്തോടെ ആ റൂം ആകെയെന്ന് നോക്കിയിട്ട് തന്റെ കട്ടിലിരിക്കുമ്പോഴാണ് നിധി എന്ന് വിളിച്ച് സാന്ദ്ര അങ്ങോട്ട് വരുന്നത്. എന്താ നിധി ഇവിടെ ചെയ്യുന്നതെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഈ റൂം വിട്ടു പോയിട്ട് കുറെ നാളായി, അപ്പോ ഓരോന്നോർത്തങ്ങി ഇരുന്നു പോയതാണെന്ന് നിധിയും. തനിക്കും നിധി തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും നടക്കുന്നതെല്ലാം സത്യമാണോ അസത്യമാണോ എന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അച്ഛൻ ഇവിടെ വെച്ച സുധീഷിനെ കണ്ടുമുട്ടിയതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ തിരുവനന്തപുരത്തേക്ക് എന്തോ ബിസിനസ് ആവശ്യത്തിനായി വന്നതാണെന്നും അച്ഛൻ കയറിയ ടാക്സി ഓടിച്ചിരുന്നത് സുധീഷാണെന്നും സുധീഷിനെ കണ്ട ദേഷ്യത്തിൽ അച്ഛൻ പലതും പറഞ്ഞെങ്കിലും ഞാൻ എത്രമാത്രം അച്ഛനെ മിസ് ചെയ്യുന്നു എന്ന കാര്യം പറഞ്ഞ് സുധീഷ് അച്ഛനെ വീഴ്ത്തി. അതിനുശേഷം അച്ഛൻ പെട്ടെന്ന് തന്നെ എന്നെ കാണാനായി സുധീഷിന്റെ വീട്ടിലെത്തി. എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിച്ച് ഭക്ഷണവും കഴിച്ച് ഒരു രാത്രി അവിടെ താമസിക്കുകയും ചെയ്തു. AC ഇല്ലാതെ ഉറക്കം വരാത്ത അച്ഛൻ അന്ന് AC ഇല്ലാതെയാ അവിടെ കഴിഞ്ഞത്. പിന്നീട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മര്യാദയോട് കൂടി എന്റെ മോളെ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നെ മാത്രമാ വിളിച്ചതെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷേ സുധീഷിനെയും എന്നെയും ഒരുമിച്ചാ വിളിച്ചത്. സത്യമായിട്ടും ഇതൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അച്ഛൻ മൊത്തത്തിൽ മാറി എന്ന് നിധി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഇനി എതിർപ്പൊന്നും പറയാതെ നീ ഇവിടെ തന്നെ താമസിക്കുന്ന സാന്ദ്രയും പറയുന്നുണ്ട്. പറ്റില്ലെന്നും ഒരാഴ്ച ഇവിടെ താമസിക്കാൻ വേണ്ടിയാ അച്ഛൻ കൂട്ടിയിട്ട് വന്നതെന്നും നിധി പറയുമ്പോൾ അതെന്താ അതിൽ കൂടുതൽ ദിവസം താമസിച്ച അച്ഛൻ എന്താ വേണ്ടെന്ന് പറയൂ? അച്ഛനും നിന്നോടുള്ള ദേഷ്യമെല്ലാം മാറി മൊത്തത്തിൽ മാറിയെന്നല്ലേ നീയും പറഞ്ഞത്? അപ്പോ നിനക്ക് ഇനി മുതൽ ഇവിടെ താമസിച്ചൂടെ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ നടക്കും സാന്ദ്രടുത്തി? ഞാൻ അവിടെ ജോലിക്കെല്ലാം ശ്രമിച്ചോണ്ടിരിക്കും, ഇവിടെ നിന്നാൽ എങ്ങനെ അത് നടക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ നിധി ഇതാണ് നിനക്ക് പറ്റിയ ചാൻസ്, നല്ല സമയം നോക്കി അച്ഛനോട് നടന്ന സത്യമെല്ലാം പറ എന്ന് സാന്ദ്ര പറയുന്നത് കേൾക്കെ സംശയത്തോടെ എന്ത് സത്യം എന്ന് നിധിയും ചോദിക്കുക. എന്താ നിധി ഈ പറയുന്നത്?
നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് അച്ഛനോട് പറ. കഴിഞ്ഞതെല്ലാം മറന്ന് അച്ഛനിപ്പോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ കാര്യം അച്ഛനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നിന്റെ മേലെ ഒരു കള്ളവുമില്ലെന്നും വേറൊരു വഴിയും കാണാതെയാണ് അന്ന് സുധീഷിനെ കല്യാണം കഴിച്ചതെന്നും ഈ കല്യാണത്തെ നീ കല്യാണമായി കണ്ടിട്ടില്ലെന്നറിഞ്ഞ അച്ഛന് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം പോവും. പഴയ പോലെ തുടർന്നും സ്നേഹിക്കുമെന്ന് സാന്ദ്ര ഓർമ്മിപ്പിക്കുമ്പോൾ അതിപ്പോ പറയണമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ അച്ഛൻ സുധീഷിനോട് തിരിച്ചു പോവാനായി പറയും എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ അവനെ പറഞ്ഞു വിട്ടാൽ എന്താ, അത് നല്ല കാര്യമല്ലേ? സുധീഷ് നിന്റെ ശരിക്കുള്ള ഭർത്താവൊന്നുമല്ലല്ലോ. നീ എന്തിനെ അത്തരമൊരു വീട്ടിൽ പോയി വീണ്ടും കഷ്ടപ്പെടണം എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. തനിക്ക് ജോലിക്ക് പോകണമെന്നും താൻ കുറെ കമ്പനികളിൽ ഇന്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ തനിക്ക് ജോലി ലഭിക്കുമെന്നും തിരുവനന്തപുരത്ത് താമസിച്ചാലേ തനിക്ക് ജോലിക്ക് പോവാൻ കഴിയുള്ളൂ എന്ന് നിധി പറയുമ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടെന്നും നീ ആദ്യം സത്യം പറയാൻ അച്ഛൻ നിന്നെ മനസ്സിലാക്കുമെന്നും സാന്ദ്ര പറയുമ്പോൾ ടെൻഷനോടെ അത് ശരിയാവില്ലെന്ന് നിധിയും പറയുകയാണ്. നിധിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ പറഞ്ഞോളാമെന്ന് സാന്ദ്ര പറയുന്നുണ്ടെങ്കിലും പ്ലീസ് അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയല്ലേ എന്നും കാര്യം അവർ അറിയേണ്ടെന്നും തിരുവനന്തപുരത്തേക്ക് പോവാതിരിക്കാൻ കഴിയില്ലെന്നും നിധി പറയുമ്പോൾ സാന്ദ്രയും അത് സമ്മതിച്ച് നിധി തിരുവനന്തപുരത്ത് പോയി ഇഷ്ടമുള്ള ജോലി ചെയ്യണമെന്നും പക്ഷേ സുധീഷിന്റെ വീട്ടിൽ ഇനി താമസിക്കാൻ പാടില്ലെന്നും അതിനുവേണ്ടിയാ താൻ അച്ഛനോട് സത്യം പറയാൻ നിർബന്ധിച്ചതെന്നും പറയുമ്പോൾ നിധിയും ചെറിയൊരു ചിരിയോടെ സാന്ദ്രയെടുത്തി നിങ്ങൾക്ക് ആ വീട് പിടിക്കാത്തത് എനിക്ക് ആ വീട് വളരെ ഇഷ്ടമാണ്. അവിടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും എനിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാതെ എന്നെക്കൊണ്ട് അവിടുന്ന് വരാൻ കഴിയില്ലെന്ന് നിധി പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ? ആ വീടിന് വേണ്ടി നിനക്ക് നല്ലതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. നിധിയും ഒരു ചിരിയോടെ നമുക്ക് ഈ ടോപ്പിക് അല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിധി നീ സീരിയസ് ആയിട്ടാണോന്ന് സാന്ദ്രയും ചോദിക്കുകയാ. താൻ ഉറപ്പായും തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും സുധീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കുമെന്നും അവിടെ താമസിച്ച് ജോലിക്ക് പോകുമെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. അവിടെ മുറ്റത്ത് നടക്കുകയായിരുന്ന സുധീഷും ഹരീഷിനെ വിളിക്കുകയാ. അവനും കോൾ അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇത് വിശേഷം, അവിടെ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു, സുധീഷ് ഏട്ടൻ അല്ലാത്തോണ്ട് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് ഹരീഷും. അതെനിക്ക് തോന്നി. അവിടെ എന്താ ഇന്ന് സ്പെഷ്യല്, ചിക്കനോ മട്ടണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോയത്, അവിടെ സ്പെഷ്യൽ എന്താണെന്ന് പറ എന്ന് ഹരീഷും. ഇവിടെ എന്തുണ്ടാവാനാ, ഇവര് വിരുന്നു കൊണ്ടുവന്നതാണോ അതോ വേറെ എന്തിനെങ്കിലും കൊണ്ടുവന്നതാണോ എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. നിധിയുടെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ നിങ്ങളെ ടോർച്ചർ ചെയ്തോന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ലെങ്കിലും നിധിയുടെ മുന്നിൽ വെച്ച് മരുമോനെന്ന് വിളിച്ച് എന്തൊരു സ്നേഹവും അഭിനയവുമാ. നിധി ഇല്ലാത്തപ്പോ അതിന്റെ ഓപ്പോസിറ്റും. നിധിയാണേൽ ഒരു പാവവും അച്ഛനെ വിശ്വസിച്ച് നടക്കുന്നതെല്ലാം സത്യമാണെന്ന അവളുടെ വിചാരം. പക്ഷേ ഇവിടെയൊന്നും ശരിയല്ലെന്ന് എനിക്കല്ലേ അറിയൂ. അതാ ഇവിടെ ഒരു സുഖമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ അത്രേ ഉള്ളൂ. നിധിയുടെ അച്ഛൻ ടോർച്ചർ ചെയ്തെന്നാണ് താൻ വിചാരിച്ചതെന്നും രക്ഷിക്കണമെന്നും ഹരീഷും പറയുന്നു. അതിനിടയ്ക്ക് ഹരീഷ് നീതുവുമായുള്ള തന്റെ പ്രണയത്തെക്കുറിച്ചും സുധീഷിനോട് പറയുമ്പോഴേക്കും നിധിയും മുറ്റത്തോട്ടിറങ്ങി വരികയാ. സുധീഷ് ഹരീഷിനെയാണ് വിളിക്കുന്നതെന്നറിഞ്ഞവൾ സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും എല്ലാം മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. കോൾ കഴിഞ്ഞ ശേഷം വീട്ടിലുള്ളവരെല്ലാം സുധീഷിനോട് നല്ല രീതിയിലല്ലേ സംസാരിച്ചതെന്ന് നിധി ചോദിക്കുമ്പോൾ അതെ സൂപ്പറായി സംസാരിച്ചു എന്ന് സുധീഷ്. അപ്പോഴാണ് നിധി ഉറക്കം വരികയാണെങ്കിൽ തന്റെ റൂമിൽ വന്ന് കിടക്കാനായി പറയുന്നത്. ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അത് വേണ്ടെന്നും അത് തെറ്റാണെന്നും സുധീഷ് പറയുമ്പോൾ ഉറങ്ങുന്നത് എങ്ങനെ ഒരു തെറ്റാവും, ഇയാളെ പുറത്തെവിടെയെങ്കിലും കിടക്കുന്നതാ പ്രശ്നം, എന്റെ റൂമിൽ വന്ന് കിടന്നാ മതി, റൂം നല്ല സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് നിധിയും. നിധിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിധിയും അകത്തോട്ട് കയറി പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുക. അവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയായിരുന്ന രാജീവിനും അരുണിനും ഹേമ ഓരോ ഗ്ലാസ് പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അരുൺ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും നിധി കുറെ നാളായി വീട്ടിൽ നിന്ന് മാറി നിന്നതല്ലേ എന്നും അവൾ ആകെ കോലം കെട്ടെന്നും അവൾക്കുണ്ടാക്കിയപ്പോൾ അവർക്ക് കൂടി എടുത്തതാണെന്നും ഹേമ പറയുമ്പോഴേക്കും അരുണും അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിധി എവിടെയെന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവൾ ടെറസിൽ നിൽപ്പാണെന്ന് ഹേമ പറയുന്നത് കേൾക്കെ ഉറങ്ങാൻ സമയമായി, അവളെ പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് ഹേമയെ പറഞ്ഞു വിടുന്നുണ്ട് രാജീവ്. ഹേമ അവളെ വിളിക്കാനായി പോകുമ്പോഴേക്കും രാജീവ് ടെൻഷനോടെ എന്തോ ആലോചിച്ചിരിക്കുന്നത് കാണേ. എന്താ ആലോചിക്കുന്നതെന്ന് അരുണും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വരുന്ന സുധീഷും അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുക. സുധീഷ് എവിടെ ഉറങ്ങുമെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹാളിൽ കിടന്നുറങ്ങട്ടെ എന്ന് അരുണും. അത് നിധിക്ക് സംശയമുണ്ടാക്കുമെന്ന് രാജീവ് പറയും. എന്ന് വെച്ച് നിധിയുടെ റൂമിൽ പോയി ഉറങ്ങാൻ പറയാൻ പറ്റുമെന്ന് അരുണും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ ആയിരുന്ന സമയത്ത് അവൻ ഔട്ട് ഹൗസിലെ ആ ചെറിയ റൂമിലല്ലേ കിടന്നിരുന്നതെന്നും ഇന്ന് അവൻ അവിടെ ഉറങ്ങട്ടെ എന്നും ആ കാര്യം അരുൺ നോക്കണമെന്നും നിധിക്ക് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ലെന്നും അവന്റെ ഇടം അതാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണമെന്നും രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അരുണും അത് സമ്മതിക്കുന്നുണ്ട്. എല്ലാം കേട്ടുനിന്ന സുധീഷും എന്നെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ,
ഭയങ്കര ക്രിമിനൽസ് തന്നെയാണല്ലോ. ഡ്രൈവറുടെ റൂമിൽ തങ്ങാനോ? ഞാൻ എന്തിന് ഡ്രൈവറുടെ റൂമിൽ കിടക്കണം? ഞാൻ നിധിയുടെ ഭർത്താവാണ്. നിധിയുടെ റൂമിൽ നിധിയുടെ ബെഡിലാണ് ഞാൻ ഉറങ്ങുന്നത് എന്നൊക്കെ അവൻ മനസ്സിൽ പറയുമ്പോഴേക്കും അച്ഛൻ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തോടെ വിളിച്ചെന്ന് പറഞ്ഞ് അവളോട് ഇരിക്കാനായി പറയുമ്പോഴേക്കും അവൾ അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ആ അവസരം മുതലെടുത്ത് സുധീഷും അങ്ങോട്ട് ചെന്ന് രാജീവിനും അരുണിനും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ടെന്നും നമുക്ക് ഉറങ്ങാമെന്നും പറയുമ്പോൾ നിധിയും ചിരിയോടെ അത് സമ്മതിക്കുക. അത് കേൾക്കെ ആകെ അമ്പരപ്പോടെ രാജീവും അരുണും പരസ്പരം നോക്കുന്നുണ്ട്. അരുൺ സുധീഷിനെ തടയാനായി സുധീഷ് എന്നും പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. നിധിയുടെ റൂം എവിടെയാണെന്ന് അറിയോന്ന് ചോദിക്കാനല്ലേ? നിധിയുടെ റൂം എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. ശരി, ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് നിധിയുടെ റൂമിൽ AC ഓണാക്കിയിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഓണാക്കിയിട്ടുണ്ട്, ബെഡ്ഷീറ്റ് വിരിച്ചു തരാമെന്ന് പറഞ്ഞ് നിധി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും നിധി അവളോട് ഇരിക്കാനായി പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നതല്ലേ, അച്ഛൻ്റെയും ചേട്ടൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, അതെല്ലാം ഞാൻ സെറ്റാക്കിക്കോളാമെന്ന് പറഞ്ഞ് രാജീവിനും അരുണിനും ഗുഡ് നൈറ്റും പറഞ്ഞ് സുധീഷ് നിധിയുടെ റൂമിലേക്ക് പോവുകയാ. ഒന്നും ചെയ്യാനാവാതെ ദേഷ്യം കടിച്ചമർത്തി നിൽപ്പാ രാജീവും അരുണും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.